बल्कि उन्होंने मुझसे ये भी कहा कि सर आपने हम पर इतने ब्रह्मोस मिसाइल हिट किए, अब तो आपको शांत होना चाहिए और क्यों ना हम इसे നമസ്കാരം. ഭീകരവാദത്തിനെതിരെ ഇന്ത്യ കടുത്ത നടപടിയെടുത്ത 2025 ഓപ്പറേഷൻ സിന്ദൂർ ചരിത്രത്തിന്റെ ഭാഗമാണ്. അതിർത്തിക്കപ്പുറത്തെ ഭീകര ക്യാമ്പുകൾ തകർത്ത് ഇന്ത്യ തിരിച്ചടിച്ചപ്പോൾ സമനില തെറ്റിയ പാകിസ്ഥാൻ നമ്മുടെ തലസ്ഥാനമായ ഡൽഹിയെ ലക്ഷ്യമിട്ട് ഒരു മിസൈൽ ആക്രമണത്തിന് മുതിർന്നിരുന്നു. എന്നാൽ ഹരിയാനയിലെ സിർസയ്ക്ക് സമീപം നമ്മുടെ അത്യാധുനിക വ്യോമപ്രതിരോധ സംവിധാനം ആ പാക് മിസൈലിനെ വായുവിൽ വെച്ച് തകർത്ത് തരിപ്പണമാക്കി. ഈ നാടകീയ സംഭവങ്ങൾക്ക് ശേഷം ഇന്ത്യ നൽകിയ മാരകമായ തിരിച്ചടിയെ തുടർന്ന് പാകിസ്ഥാൻ ഇന്ത്യയുടെ കാല് പിടിച്ചിരുന്നു. അന്നത്തെ DGMO വ്യക്തമാക്കിയ ആ രഹസ്യ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. 2025 മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യയുടെ ശക്തമായ പ്രഹരങ്ങളെ നേരിടേണ്ടി വന്ന പാകിസ്ഥാൻ പ്രകോപനം വഷളാക്കിക്കൊണ്ട് ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിക്ക് നേരെ ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിടുകയായിരുന്നു. എന്നാൽ രാജ്യത്തിന്റെ വ്യോമപ്രതിരോധ കവചം അത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞു. ഹരിയാനയിലെ സിർസയിലുള്ള വ്യോമസേന യൂണിറ്റ് ആ പാക് മിസൈലിനെ കൃത്യതയോടെ ആകാശത്ത് വെച്ച് തന്നെ തകർത്തെറിഞ്ഞു. ഇന്ത്യയുടെ വ്യോമപ്രതിരോധ കരുത്തിനു മുന്നിൽ പാകിസ്ഥാന്റെ നീക്കം പൂർണ്ണമായും പരാജയപ്പെടുകയായിരുന്നു. പാകിസ്ഥാന്റെ ഈ മിസൈൽ നീക്കത്തിന് പിന്നാലെ ഇന്ത്യൻ സായുധ സേന പൂർണ്ണ സജ്ജരായി കടുത്ത തിരിച്ചടി നൽകി. ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള അതിശക്തമായ മാരകായുധങ്ങൾ ഉപയോഗിച്ച് പാകിസ്ഥാന്റെ താവളങ്ങൾക്ക് മേൽ ഇന്ത്യ തീമഴ പെയ്ച്ചു. ഒടുവിൽ അന്നത്തെ ഓപ്പറേഷൻ സമയത്ത് ഇന്ത്യയുടെ DGMO ആയിരുന്ന ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായ് ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. ആ വെളിപ്പെടുത്തൽ അനുസരിച്ച് അന്ന് പാകിസ്ഥാൻ സൈന്യം വെപ്രാളപ്പെടാൻ തുടങ്ങി. പാകിസ്ഥാൻ DGMO ജനറൽ കാസിഫ് അബ്ദുള്ള ഫോണിൽ വിളിച്ച് ഇന്ത്യയുടെ ആധിപത്യത്തെ അംഗീകരിച്ച് സാർ എന്ന് അഭിസംബോധന ചെയ്യുകയും നിങ്ങൾ ഞങ്ങൾക്ക് നേരെ ഒരുപാട് ബ്രഹ്മോസ് മിസൈലുകൾ തൊടുത്തിട്ടുണ്ടല്ലോ, ദയവായി ഇത് ഇവിടെ നിർത്തണം എന്ന് അപേക്ഷിക്കുകയും ചെയ്തു. ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായ് പറയുന്നതിൻ്റെ പൂർണ്ണരൂപം ഏകദേശം ഇങ്ങനെയാണ്. രാജീവ് ഗായ് പറയുന്നത് ഏത് പക്ഷമാണോ സംസാരിക്കാൻ ആവശ്യപ്പെടുന്നത് അവരാണ് ആദ്യം സംസാരിക്കാൻ തുടങ്ങുന്നത്. അതിനാൽ പാകിസ്ഥാൻ DGMO ആയ ജനറൽ കാസിഫ് അബ്ദുള്ള സംസാരിച്ചു തുടങ്ങി. ആ മര്യാദ അനുസരിച്ച് ഞാൻ അയാളേക്കാൾ സീനിയർ ആണെന്ന് അയാൾക്കും അറിയാമെന്നതിനാൽ അയാൾ എന്നെ സാർ എന്ന് വിളിച്ചു. എന്നാൽ അത് കഴിഞ്ഞ് അധികം വൈകാതെ അയാൾ നേരിട്ട് കാര്യത്തിലേക്ക് കടന്നു. തങ്ങൾക്ക് വെടിനിർത്തൽ വേണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു. മാത്രമല്ല അയാൾ എന്നോട് ഇത്രയും കൂടി പറഞ്ഞു, സാർ നിങ്ങൾ ഞങ്ങൾക്ക് നേരെ ഒരുപാട് ബ്രഹ്മോസ് മിസൈലുകൾ തൊടുത്തു, അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തൃപ്തി വന്നിട്ടുണ്ടാകും, നമുക്ക് ഇവിടെ നിർത്താം. അങ്ങനെ അവർ ആവശ്യപ്പെടുകയും ഞങ്ങളോട് ആവർത്തിച്ച് അഭ്യർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ DGMOയോട് പറഞ്ഞത് നിങ്ങൾ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കഴിഞ്ഞു, ഇനി വെടിനിർത്തൽ സ്വീകരിക്കൂ എന്നാണ്. ഞങ്ങൾ ആ അഭ്യർത്ഥന അംഗീകരിച്ചു. ഞങ്ങൾ അവരോട് പറഞ്ഞു, നോക്കൂ, നമുക്ക് ഈ വിഷയം വലിച്ചു നീട്ടിക്കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന്. അതിനുശേഷം വീണ്ടും പാകിസ്ഥാൻ DGMOയോട് ഉച്ചകഴിഞ്ഞ് 3:30 സംസാരിച്ചു. പിന്നീട് അയാളുമായി ഏകദേശം അരമണിക്കൂറോളം സംഭാഷണം നീണ്ടു. അന്നേ ദിവസം 5:30 മുതൽ ആക്രമണം അവസാനിപ്പിക്കാമെന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ സമ്മതിച്ചു. ഇതാണ് രാജീവ് ഗായ് ഇപ്പോൾ പറഞ്ഞത്. ഈ വെളിപ്പെടുത്തൽ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഒരു വശത്ത് പാകിസ്ഥാന്റെ ഭയവും മറുവശത്ത് ഇന്ത്യയുടെ കരുത്തും തെളിയിക്കുന്ന ഒരു ചരിത്ര നിമിഷമായിരുന്നു അത്. ആ ഫോൺ കോൾ തെളിയിക്കുന്നത് ഒന്നു മാത്രം, ഇന്ത്യയുടെ ആക്രമണങ്ങളും മറുപടികളും പാകിസ്ഥാൻ എന്ന രാജ്യത്തെ എത്രത്തോളം സമ്മർദ്ദത്തിലാക്കിയിരുന്നു എന്നത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.